അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ 9 ചെറു സിനിമകളുടെ അവതരണ വേദിയിൽ പുതിയ വിവാദം. എന്താ പ്രശ്നം? സംഗീത സംവിധായകൻ രമേശ് നാരായണന് ആസിഫ് അലി ഉപഹാരം നൽകിയതാണ് വിവാദമായത്. അയ്യോ അച്ചോ, ഒരു പഞ്ചിന് വേണ്ടി അപ്പോഴത്തെ ഒരു ആവേശത്തിന് പറഞ്ഞു എന്നുള്ള നേരം. ആസിഫ് അലിയിൽ നിന്നും ഉപഹാരം കൈപ്പറ്റിയ രമേശ് നാരായൺ സംവിധായകൻ ജയരാജിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ഈ ഉപഹാരം ഏൽപ്പിച്ച ശേഷം തനിക്ക് സമ്മാനിക്കാൻ ആവശ്യപ്പെട്ടതാണ് വിവാദത്തിനിടയാക്കിയത്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. വഴിയൊരുക്കടാ മുൻപന്തിയിൽ. ഉത്തരവ് രാജാവാണ്. എല്ലാം ഓക്കെ. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അടിച്ചവന്റെ കവാല കുറ്റി പൊട്ടിക്ക്, ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായൺ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. സ്റ്റേജിന് പുറത്തു വെച്ചാണ് രമേശ് നാരായണന് ഇത് സമ്മാനിക്കുന്നത്. കൈപ്പറ്റുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അതൃപ്തി മുഖത്ത് പ്രകടമാണ്. പ്രതിമ വാങ്ങിച്ചപ്പോ നീ എന്റെ മുഖം ശ്രദ്ധിച്ചോ? പിന്നെ ശ്രദ്ധിച്ചു. സന്തോഷം കൊണ്ട് സാറിന്റെ മുഖം ബുൾഡോഗിനെ പോലിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം സംവിധായകൻ ജയരാജനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ജയരാജിനോട് ഈ ഉപഹാരം കൊടുക്കുകയും തനിക്ക് നൽകാൻ വീണ്ടും ആവശ്യപ്പെടുകയുമായിരുന്നു. ആ വേദിയിൽ വെച്ച് തനിക്ക് വേണ്ട ഒരു പരിഗണന കിട്ടിയില്ല എന്നുള്ള ഒരു ഇഷ്ടക്കേടാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. നടൻ ആസിഫ് അലിയിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കുന്നതിൽ വിമുഖത കാട്ടിയ സംഗീത സംവിധായകൻ രമേശ് നാരായണന്റെ സമീപനത്തിൽ വ്യാപക പ്രതിഷേധം. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. കുട്ടിച്ചാ ചെന്ന് ചോദിക്ക്. ചേട്ടാ ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല സത്യമായിട്ടും. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ല. മുതലാളി എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? ഒരാളെ പെർപ്പസ്ലി മൂത്ത് നോക്കാതിരിക്കുക എന്നുള്ളത് ഇതല്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷനില് പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. കുറെ സ്റ്റാർസ് ഉണ്ടല്ലോ അവിടെ. എൻ്റെ അപ്പം ആസിഫ് ഓടി വരുന്നു. പക്ഷെ അതെനിക്ക് മൊമെന്റ് തരാനാണ് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓഹോ, തന്നെയാ വിളിക്കുന്നത്. ആ അനൗൺസ്മെന്റ് ബാക്കി പോകുന്നുണ്ടായിരിക്കാം, പക്ഷെ അനൗൺസ്മെന്റ് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? എന്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഐ ആം സോ സോറി. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ദിവനോടും. ആസിഫിന്റെ അഭിനയം എനിക്ക് ഏറെ ഇഷ്ടമാണ്. എന്തോ ഇതെന്തോ പാര വെക്കാനുള്ള പുറപ്പാടാ. ആരിലും തെറ്റ് പറ്റാം. ഞാൻ നിർത്തണോ? പിന്നെ ഞാൻ നിർത്തണോ? നീ അല്ലേ തുടങ്ങി വെച്ചത്, ഇപ്പൊ നീ തന്നെ നിർത്തണം. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കും, മാപ്പി ചോദിക്കും. നീ ക്ഷമി. ചട്ടിയും കലമാകുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. എല്ലാം ബാക്ക് ആയില്ല. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.